പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വർഷത്തെ നമ്മുടെ 1-ാം ക്ലാസ്സിലേക്കുള്ള പുതിയ അഡ്മിഷനുകൾ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വളരെ നിസ്സാരമായി ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ആർക്കും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ വർഷത്തെ അഡ്മിഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഏത് രൂപത്തിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ നെറ്റ് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ സെർച്ച് ബട്ടണിൽ നമ്മൾ സമ്പൂർണ്ണ എന്നതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. SAMPOORNA സമ്പൂർണ്ണ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വിൻഡോയിലേക്കാണ് നമ്മൾ കയറുക. വളരെ നിഷ്പ്രയാസമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ പേടിക്കുകയോ ഭയപ്പെടുകയോ ആവശ്യമില്ല. പല രക്ഷിതാക്കൾക്കും ഇത് ശരിയാകുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ നിസ്സാരമായി ചെറിയ സ്റ്റെപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തത് പല പ്രാവശ്യമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്കൂളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാലും പിന്നീട് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ഇതിന് ഫൈനലായിട്ട് സബ്മിഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ടതില്ല. നമ്മുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ധൈര്യപൂർവ്വത്തിൽ നമ്മളിത് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം രക്ഷിതാക്കൾ ഇത് ഏറ്റെടുക്കേണ്ടത്. പല രക്ഷിതാക്കൾക്കും ഇന്ന് പേടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു വിൻഡോയിലേക്കായിരിക്കും ഇത് എത്തിച്ചേരുക. ഇതിൽ 3 ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. ഇതിൽ 3ാമത്തെ ഓപ്ഷൻ ഓൺലൈൻ അഡ്മിഷൻ എന്നുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഈ വിൻഡോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ഫോമിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടതുള്ളത്. അതിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇതിലെ എല്ലാ കാര്യങ്ങളും നിർബന്ധമായി നാം പൂരിപ്പിക്കേണ്ടതില്ല. എന്നാൽ ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സ്റ്റാർ ചിഹ്നം കൊടുത്തത് നിങ്ങൾക്ക് കാണാം. ഇതാ ഈ ഫസ്റ്റിൽ കണ്ടല്ലോ നിങ്ങൾ സ്റ്റാർ ചിഹ്നം കൊടുത്ത്. ഈ സ്റ്റാർ ചിഹ്നങ്ങൾ കൊടുത്തത് നിർബന്ധമായിട്ടും നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഈ രണ്ടാമത്തത് കണ്ടല്ലോ, സ്റ്റാർ ചിഹ്നം കൊടുത്തില്ല, ഫുൾ നെയിം മലയാളം സ്റ്റാർ ചിഹ്നം കൊടുത്തു. സ്റ്റാർ ചിഹ്നം കൊടുത്തത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് പൂരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പൂരിപ്പിക്കാതിരിക്കുകയോ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെയായി നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കേണ്ട സാധനങ്ങൾ, ഒന്ന് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, രണ്ടാമത്തത് കുട്ടിക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പിയോ ആധാർ കാർഡോ, അതല്ല ഇനി ആധാർ കാർഡ് ചില കുട്ടികൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ സാധനം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് അക്ഷയയിൽ നിന്ന് ലഭിച്ച ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ സ്ലിപ്പ് ഉണ്ടെങ്കിൽ ആ സ്ലിപ്പ് എടുക്കുക. ഇനി ആധാർ കാർഡ് ഇല്ലെങ്കിൽ, ഒരു കുട്ടിക്ക് ആധാർ കാർഡ് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിലും ഒരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടാവുന്നതല്ല. പിന്നീട് വേണ്ടത് കുട്ടിയുടെ നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പിയോ അല്ലെങ്കിൽ റേഷൻ കാർഡോ ഒന്ന് നമ്മളെ കയ്യിലുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ രക്ഷിതാക്കളുടെ നമ്മുടെ വീട്ട് അഡ്രസ്സും രക്ഷിതാക്കളുടെ പേരും കാര്യങ്ങളുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പൂരിപ്പിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടി ചേരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ പേര് നമ്മുടെ അടുത്ത് വേണം. സ്കൂളിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏത് സ്കൂളിലാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൻ്റെ പൂർണ്ണമായൊരു പേര് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആ സ്കൂൾ ഏത് ജില്ലയിലാണ്, ഏത് താലൂക്കിലാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ തൊട്ടടുത്ത താലൂക്കും പഞ്ചായത്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് അറിയുന്നതായിരിക്കും ഏവർക്കും. എന്നാലും അത്രയും കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം തന്നെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കുട്ടിയുടെ പേരാണ് ഇവിടെ അടിക്കേണ്ടത്. ഇത് നിർബന്ധമായി അടിക്കേണ്ട കാര്യമാണ്. ഇവിടെ സ്റ്റാർ ചിഹ്നമാണ്. അപ്പം ഞാനൊരു പേരടിക്കുകയാണ്, അസ്കർ എന്നടിച്ചു. ഇനിഷ്യലും കൊടുക്കുക കെ. ഇനി കുട്ടിയുടെ പേര് മലയാളത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളെ ഫോണിൽ അതിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം. ഞാൻ ഏതായിരുന്നാലും ഇവിടെ ഒരു പേര് മലയാളത്തിൽ കൊടുക്കുന്നു, അസ്കർ കെ. മലയാളത്തിൽ കുട്ടിയുടെ പേര് കൊടുത്തു. ഇത്രയും ലളിതമായി പറയുന്നത് രക്ഷിതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അടുത്തത് വേണ്ടത് കുട്ടി ഏത് രാജ്യക്കാരനാണ് എന്നതാണ്. അതിവിടെ തന്നെ ഓൾറെഡി ഇന്ത്യ എന്നുള്ളത് വന്നിട്ടുണ്ട്.
പിന്നെ അടുത്ത ഓപ്ഷൻ ജെൻഡറാണ്. കുട്ടി ആണാണോ പെണ്ണാണോ. ആണാണെങ്കിൽ മെയിലെന്നും പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിലെന്നും നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ആ റൗണ്ടിൽ തൊട്ടാൽ തന്നെ അത് വരും. അപ്പോൾ ആൺകുട്ടിയാണ് മെയിലെന്ന് കൊടുത്തു. ഇനി അടുത്തത് SC/ST ഓൺലി. SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഹോസ്റ്റൽ സംവിധാനം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ SC/STക്കാർ മാത്രം ആവശ്യമുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. SC/STക്ക് മാത്രമേ അത് ബാധകമുള്ളൂ, അതുകൊണ്ട് നോ എന്ന് കൊടുക്കുക. ഇനിയാണ് അടുത്തത് നമ്മുടെ കുട്ടികൾക്ക് EID അല്ലെങ്കിൽ UID പ്രസൻറ്റ്, അഥവാ കുട്ടിക്ക് ആധാർ കാർഡോ അതല്ലെങ്കിൽ ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത സമയത്ത് ലഭിക്കുന്ന ആ ഒരു സ്ലിപ്പോ കുട്ടിയുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യെസ് കൊടുക്കുക. ഇനി അഥവാ ഒരു കുട്ടിക്ക് ആധാർ കാർഡിന് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് നോ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ചോദിക്കും, 2 കാര്യങ്ങൾ ചോദിക്കും. കുട്ടിയുടെ UID അഥവാ ആധാർ കാർഡിൻ്റെ നമ്പർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിക്കുക. ആധാർ കാർഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ അടിക്കുക. ഇനി ആ നമ്പർ നമ്മൾ 12 അക്കോ 14 അക്കോ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ആധാർ കാർഡ് നമ്പർ തെറ്റാതെ നോക്കി അടിക്കുക. ഇനി ഒരു കുട്ടിക്ക് ആധാർ കാർഡ് നമ്പറില്ല, ആ കുട്ടിക്ക് ആധാർ കാർഡ് നമ്പറില്ല, കുട്ടിക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ആധാർ കാർഡിന് അപ്ലൈ ചെയ്തു, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആധാർ കാർഡ് കിട്ടാൻ വേണ്ടി. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്ലിപ്പ് ഉണ്ടാവും, ആ സ്ലിപ്പിൽ EID നമ്പർ ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ EID നമ്പർ ഇവിടെ രണ്ടാമത്തേൽ നമ്മൾ സെർച്ച് ചെയ്ത് അവിടെ അടിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആധാറുള്ള കുട്ടിയാണെങ്കിൽ ഒന്നാമത്തേൽ ആധാർ നമ്പർ, നമ്മുടെ കുട്ടിയുടെ ആധാർ നമ്പർ ഇവിടെ ഒരു 2 പ്രാവശ്യം അവിടെ ടച്ച് ചെയ്യേണ്ട, എന്നാലേ വരും കേട്ടോ. കുട്ടിയുടെ ആധാർ നമ്പർ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതല്ല ആധാർ നമ്പർ ഇല്ലെങ്കിൽ UID നമ്പർ നമ്മളിവിടെ 12 അക്ക നമ്പർ ഉണ്ടാവും ആധാറിന്, 12 അക്ക നമ്പർ എന്ത് ചെയ്യണം, നമ്മളവിടെ അടിച്ച് കൊടുക്കണം. പിന്നെ ആധാർ ഇല്ലെങ്കിൽ EID ഉള്ളവരാണ് EID നമ്പർ കൊടുക്കുക. ഇനി ഒരു കുട്ടിക്ക് ഇതുവരെ ആധാർ എടുത്തിട്ടില്ല, അഥവാ ആധാറിനെ അപേക്ഷിക്കുകയോ ആധാർ എടുക്കുകയോ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോ എന്ന ഓപ്ഷൻ കൊടുക്കാനുണ്ട്. അങ്ങനെ നോ കൊടുക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഇവിടെ വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ആധാർ എടുത്തിട്ടില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, നോട്ട് അപ്ലൈഡ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല, നോട്ട് അപ്ലൈ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് കൊടുത്താൽ മതി. ഞാനിതുവരെ ആധാറിന് അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്ര കൊടുത്താൽ അവിടെ ഞാൻ ആ രൂപത്തിലാണ് കൊടുക്കുന്നത്. ഇനി കുട്ടിയുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്തത് ചോദിക്കുന്നത്. കുട്ടി ഏത് ജില്ലയിലെ സ്കൂളിലാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അപ്പോൾ നമ്മളോട് മലപ്പുറം എന്ന് കൊടുക്കണം. മലപ്പുറം ജില്ലയിലെ സ്കൂൾ, നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല കൊടുക്കുക. ഇനി കുട്ടിയുടെ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്കൂളിൻ്റെ പേരൊന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കണമെന്ന്. സ്കൂളിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് പോകുന്ന സ്കൂൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഞാൻ പഠിച്ച ഒരു സ്കൂളാണ്. പല സ്കൂളുകൾക്ക് പേരുകൾ എഴുതുമ്പോൾ ഡോട്ട് ഉണ്ടാവും, അതൊക്കെ അതുപോലെ തന്നെ ഇടുക. AMM LPS പുളിക്കൽ ഇവിടെ അടിയിൽ വന്നല്ലോ. ഇതാണ് ഞാൻ സെർച്ച് ചെയ്യുന്ന സ്കൂൾ, എൻ്റെ നാട്ടിൽ തന്നെ പുളിക്കലുള്ള സ്കൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെർച്ച് ചെയ്യുക, AMM LPS പുളിക്കൽ. ഇനി വേണ്ട നമുക്ക് സ്കൂൾ കിട്ടുന്നില്ലെങ്കിൽ, പേരൊന്നും അറിയില്ലെങ്കിൽ, സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസും അറിയെങ്കിൽ ഇവിടെ സെർച്ച് ഹെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ സെർച്ച് ചെയ്യാം. പക്ഷേ ഒരുവിധം സ്കൂളിൻ്റെ പേരുകളൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. അങ്ങനെ ആ സ്കൂളിൻ്റെ പേരോട് അടിക്കുക. അപ്പോൾ സ്കൂളിൻ്റെ പേര് ശ്രദ്ധിക്കുക, നമ്മൾ ഉദ്ദേശിച്ച സ്കൂൾ തന്നെയാണോ വന്നത് എന്ന് ഉറപ്പ് വരുത്തുക. AMM LPS പുളിക്കൽ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്കൂൾ. ഇനി ക്ലാസ് ഇവിടെ ഓൾറെഡി അവിടെ വരുന്നുണ്ട്, 1ാം ക്ലാസ്സിലേക്കാണ് കുട്ടി അഡ്മിഷൻ എടുക്കുന്നത് എന്ന് ഇവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ കാണിച്ച ഫോർമാലിറ്റി തന്നെ ആദ്യം ഡേറ്റ് കൊടുക്കുക, പിന്നെ മാസം കൊടുക്കുക, പിന്നെ വർഷം കൊടുക്കുക. ആ രൂപത്തിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഇനി ഞാൻ കൊടുക്കുകയാണ് 15/10/2015 കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുട്ടി ജനിച്ച സ്ഥലമാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി ജനിച്ച സ്ഥലം അതൊക്കെ കൊടുക്കൽ നിർബന്ധം കേട്ടോ. നമ്മൾ ജനിച്ച സ്ഥലം ആ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന ഈ കുട്ടി ജനിച്ച സ്ഥലം പുളിക്കൽ എന്നാണ്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, പുളിക്കൽ എന്ന് കൊടുക്കുന്നു. ഇനി കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടീൻ്റെ പ്രസവത്തിൻ്റെ സമയത്തോ
മറ്റുള്ള സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ കുട്ടിയുടെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ O പോസിറ്റീവ് കൊടുക്കുന്നു. ഏതാണോ അതിൽ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തു. ഇനി കുട്ടിയുടെ ഏതാണ് മതം? ഇസ്ലാമാണോ? അപ്പോൾ നമ്മളെ ഈ രക്ഷിതാവിൻ്റെ ഇതിൽ ഇസ്ലാം ഞാൻ കൊടുക്കുന്ന ഹിന്ദുണ്ട്, ക്രിസ്ത്യൻ, മുസ്ലിം, ഇസ്ലാം. അപ്പോൾ ഇതിൽ നമ്മുടെ രക്ഷിതാക്കളുടെ SLC ബുക്കോ അതിൽ ഏതെങ്കിലും ID കാർഡോ അതിലുണ്ടായിരിക്കുമോ എന്നൊക്കെ. ചിലത് മുസ്ലിം ആയിരിക്കും ഉണ്ടായിരിക്കുക, ചിലത് ഇസ്ലാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചിലത് ഇസ്ലാം മാപ്പിളാന്നുണ്ടാവും, മുസ്ലിം മാപ്പിള. അപ്പോൾ ഏതാണ് നമ്മൾ രക്ഷിതാക്കളത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇസ്ലാം കൊടുത്തു. ഇനി ഇവിടെ കാറ്റഗറി, ഇതിലേത് കാറ്റഗറിയിലാണ് കുട്ടി പെടുക എന്നുള്ളത്. SC ആണോ, SC ST ആണോ, OBC ആണോ, OEC ആണോ, അല്ലെങ്കിൽ ജനറൽ ആണോ? സാധാരണ ഞാൻ OBC ആണ്, അതുകൊണ്ട് ഞാൻ OBC എന്ന് കൊടുത്തു. ഇനി ഇതിലാണ് വരിക എന്നുള്ളതാണ്. ഇത് നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. റെഡിച്ചിട്ട് ഞാൻ ഇപ്പോൾ മാപ്പിള എന്ന് കൊടുക്കാം. ഇനി വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മുടെ നെയിം ഓഫ് മദർ പ്രത്യേകം ശ്രദ്ധിക്കണം. മദറിൻ്റെ പേരാണ് ചോദിക്കുന്നത്, ഉമ്മയുടെ പേരാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ പേരാണ് ചോദിക്കുന്നത്. അവിടെ മദറിൻ്റെ പേര് കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുത്തു ആമിന. ഇനി മദറിൻ്റെ പേര് മലയാളത്തിലാണ്. മലയാളത്തിലുള്ള പേര് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമില്ല, നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കാം. നമ്മളെ മദറിൻ്റെ പേരൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഗാർഡിയൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം മദറാണെങ്കിൽ മദർ കൊടുക്കുക, മേലെ കൊടുത്തെടുത്തോ. ഫാദർ ആണെങ്കിൽ ഫാദർ എന്ന് കൊടുക്കുക. ഗാർഡിയൻ ആരാണ്? കുട്ടിയുടെ രക്ഷാകർത്താവ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഫാദർ ആണെങ്കിൽ ഉപ്പയാണെങ്കിൽ ഉപ്പ എന്ന് കൊടുക്കുക, ഉമ്മയാണെങ്കിൽ ഉമ്മ എന്ന് കൊടുക്കുക. ഇനി എന്താണ് പിന്നെ ഗാർഡിയനായിട്ടുള്ള ബന്ധം അവിടെ വന്നിട്ടുണ്ട്. ഇനി നെയിം ഓഫ് ഗാർഡിയൻ്റെ പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഗാർഡിയൻ്റെ പേര് കൊടുക്കുക, ജബ്ബാർ എന്ന് കൊടുക്കാൻ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ, ഈ ഫാദറിന് എന്താണ് പണി എന്നാണ് ചോദിക്കുന്നത്. ജോലി എന്താണെന്നാണ്. അപ്പോൾ നോക്കൽ കൂലിപ്പണിയാണെങ്കിൽ കൂലി എന്ന് എഴുതാം. ഇനിയിപ്പോൾ മദറിൻ്റെ പേരാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹൗസ് വൈഫ് എന്ന് എഴുതാം, വീട്ടുജോലിക്കാരിയാണ് എന്ന് എഴുതാം. ഇനി ഗൾഫാണെങ്കിൽ ഗൾഫ് എന്ന് എഴുതാം. അപ്പം സ്വാഭാവികമായിട്ട് ഞാനിവിടെ കൂലി എന്നുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ആനുവൽ ഇൻകം എന്നുള്ളതാണ്, അഥവാ നിങ്ങൾക്ക് വാർഷിക വരുമാനം എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തുണ്ടായിരിക്കും. ഞാനിതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് ഭാഗത്തുണ്ട് മാസവരുമാനം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. മാസവരുമാനം ഇപ്പോൾ എൻ്റെ റേഷൻ കാർഡുള്ളത് 600 രൂപ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 600 ഗുണിക്കണം 12. 600 പറഞ്ഞ ഒരു മാസവരുമാനമാണ്, അതൊരു വർഷത്തതാക്കുക. അത് 600 × 12, 600 ഗുണിക്കണം 12 ചെയ്തിട്ട് അതിൽ എത്രയാണോ നമുക്ക് കിട്ടുന്നത് ആ കിട്ടുന്നത് നമ്മളിവിടെ എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 12,000 15,000 ഒക്കെ ഒരു വർഷ വരുമാനമായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 12,000 എഴുതി. ഇനി നമ്മുടെ റേഷൻ കാർഡ് APL ആണോ BPL ആണോ എന്നാണ് കൊടുക്കുന്നത്. അത് ഏതാണോ നോക്കിയിട്ട് APL ഉള്ളത് APL കൊടുക്കുക, BPL ഉള്ളത് BPL കൊടുക്കുക. ഞാൻ ഇവിടെ BPL എന്ന ഓപ്ഷനിൽ തൊട്ടു. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ താഴെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇവിടെ കണ്ടല്ലോ നിങ്ങൾ ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി, നമ്മൾ ആപ്ലിക്കേഷൻ സേവ്ഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു നമ്പർ കണ്ടോ നിങ്ങൾ, ആപ്ലിക്കേഷൻ നമ്പർ. ആ നമ്പർ ഒന്നുകിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം, ഇനി അതല്ലെങ്കിൽ ഫോണിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം, എല്ലാം ചെയ്യാം. കാരണം നമുക്ക് ഇതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ എന്തായി, അവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നോക്കാനുള്ളതാണിത്. അപ്പോൾ ഞാൻ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എവിടെയെങ്കിലും എഴുതി വെക്കാം. ആ 11005 എന്നുള്ള നമ്പർ കേട്ടോ. ഓക്കെ. ഇനി നമ്മളെ അഡ്രസ്സ് കൊടുക്കണം, നമ്മളെ വീട്ടഡ്രസ്സ് കൊടുക്കണം ഇവിടെ. അപ്പോൾ വീട്ടഡ്രസ്സ് എന്താണോ അത് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ അഡ്രസ്സ് അമ്മായിപ്പറമ്പത്ത് ഹൗസാണ് എൻ്റെ വീട്ടഡ്രസ്സ് ഉള്ളത്. ഇനി നമ്മളെ സ്ഥലം എവിടെയാണോ അത് കൊടുക്കുക. എൻ്റെ സ്ഥലം ഉള്ളത് ഇവിടെ പെരിയമ്പലമാണ് എൻ്റെ സ്ഥലമുള്ളത്. പിന്നെ നമ്മൾ ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടോ.
മായിപ്പറമ്പത്ത് ഹൗസ് കൊടുത്തു. പെരിയമ്പലം എൻ്റെ ഫോണിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പെട്ടെന്ന് വരുന്നത്. പെരിയമ്പലം എന്ന് കൊടുക്കുക. സ്റ്റേറ്റ് കേരള, പിന്നെ റവന്യൂ ഡിസ്ട്രിക്ട് മലപ്പുറം, താലൂക്ക് നമ്മുടെ താലൂക്ക് ഏതാണോ കൊണ്ടോട്ടി എന്ന് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്നുള്ളത് മലപ്പുറം. അതൊക്കെ നമ്മളിവിടെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻസ് വരും, അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വരും, കൊണ്ടോട്ടി എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്താണ്. നമ്മളത് ഗ്രാമപഞ്ചായത്താണോ അല്ലെങ്കിൽ ബ്ലോക്കാണോ ഇതാണ് മുനിസിപ്പാലിറ്റി ആണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ലോക്കൽ ബോഡി നെയിം എന്നുള്ളത് ഏത് പഞ്ചായത്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് ഇവിടെ ഉണ്ടാവും, ചെറുകാവ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ, അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ് പുളിക്കൽ പോസ്റ്റ് ഓഫീസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ പിൻകോഡാണ് ചോദിക്കുന്നത്. നമ്മുടെ പിൻകോഡ് ഏതാണോ 67 36 37 എന്ന പിൻകോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം. ഫോൺ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചോദിക്കുന്നത് ബാങ്ക് ഡീറ്റെയിൽസാണ്. ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും നിർബന്ധമില്ല. ഇപ്പോൾ വേണമെങ്കിൽ ആ കുട്ടിക്കിൻ്റെ പേരിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. എൻ്റെ പേരിൽ ആരും ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ പോകേണ്ടതില്ല. ബാങ്ക് ഡീറ്റെയിൽസ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഇനി അടുത്തത് വേണ്ടത് അഡീഷണൽ ഡീറ്റെയിൽസാണ്. അഥവാ കുട്ടിയുടെ 2 കുട്ടിയെ തിരിച്ചറിയാനുള്ള 2 അടയാളങ്ങളാണ് വേണ്ടത്. അത് നമ്മൾ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുക്കൽ നിർബന്ധമാണ്. അഥവാ നമ്മൾ പറയുന്നില്ല കുട്ടിയുടെ വലതുഭാഗത്ത്, കൈയിൻ്റെ വലതുഭാഗത്ത് ഒരു കറുപ്പ് പുള്ളിയുണ്ട്, വലിയൊരു ഡോട്ട് ഉണ്ട്, അങ്ങനെ ചെറിയ കല ഉണ്ട് എന്നുള്ളതൊക്കെ പറയുമല്ലോ. അതുപോലത്തെ 2 എണ്ണം നമ്മളിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഒന്ന് വേണം ഞാനിവിടെ എഴുതി കൊടുക്കുന്നത് ബ്ലാക്ക് മോൾ ഓൺ റൈറ്റ് ഹാൻഡ് ഒന്ന് അതായിരുന്നു. 2 അതേപോലെ തന്നെ ബ്ലാക്ക് മോൾ ഓൺ ലെഫ്റ്റ് ഹാൻഡ്. ഇത് 2 കുട്ടിയുടെ തിരിച്ചറിയൽ അടയാളങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ ഇനി കുട്ടീനെ നമ്മൾ ചേർത്താൻ ഉദ്ദേശിക്കുന്ന മീഡിയം മലയാള മീഡിയമാണോ, ഇംഗ്ലീഷ് മീഡിയത്തിലാണോ, തമിഴ്, കന്നഡ, ഇതിലേതാണോ നമ്മൾ ഏത് ഇതിലാണോ കുട്ടീനെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനിവിടെ മലയാള മീഡിയത്തിൽ ചേർക്കുന്നവർക്ക് മലയാളം മീഡിയം എന്ന് കൊടുക്കാം, ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്നവർക്ക് ഇംഗ്ലീഷ് മീഡിയം കൊടുക്കാം. ചില സ്കൂളിൽ തമിഴും കന്നഡയൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മലയാള മീഡിയം എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി നമ്മളെ പൂരിപ്പിക്കൽ ഇതോടുകൂടി കഴിഞ്ഞു. ഏകദേശം നമ്മുടെ പൂരിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സേവ് ആൻഡ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതോടുകൂടി തീർന്നിട്ടില്ല. നമുക്ക് ഒന്നുകൂടി നമ്മുടെ അടിയിലുണ്ടല്ലോ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതെല്ലാം ഇവിടെ കാണാം. എല്ലാം ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. പക്ഷേ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ എത്തുമ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണുമ്പോൾ ഇന്ന പേര് കൊടുത്ത് തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഇന്നത് കൊടുത്ത് തെറ്റാണല്ലോ എന്ന് കാണുമ്പോൾ ഓരോന്നിൻ്റെ ഇടയിൽ എഡിറ്റ് എന്നൊരു ബട്ടൺ കാണാം, ഒരു പാനിൻ്റെ ചിഹ്നമുള്ള. ഈ എഡിറ്റ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഈ കെ എന്നുള്ളത് മാറ്റി എം ആണ് ഇനീഷ്യൽ കൊടുക്കേണ്ടി, അങ്ങനെയാണെങ്കിൽ അത് മാറ്റാം. ഇനി അതല്ല കെ തന്നെയാണ്, നമുക്കൊന്ന് ഉറപ്പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാറ്റം വരുത്താനുള്ളൊരു സംവിധാനം ഇതിൻ്റെ അടിയിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു, ഇതിൽ എഡിറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തി ഈ രൂപത്തിൽ പോയി. ഇനിയിപ്പോൾ അഡ്രസ്സ് ഡീറ്റെയിൽസിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ നോക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നമ്മളിത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇതുപോലെ തന്നെ വീണ്ടും വരും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനില്ല, എല്ലാം നമ്മൾ കൊടുത്തത് റെഡിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവസാനം അടിയിലുള്ള ഈ ഒരു റൗണ്ടിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഒരു ടിക്ക് മാർക്ക് വരും. ടിക്ക് മാർക്ക് വന്നതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതെന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇപ്പോൾ സ്കൂൾ സക്സസ്ഫുള്ളി നമ്മൾ സ്കൂളിലേക്ക് നമ്മൾ കൊടുത്ത സ്കൂളിലേക്ക് ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇവിടെ പ്രിൻ്റ്, നമുക്കിതിൻ്റെ ഒരു ഇത് പ്രിൻ്റ് എടുത്ത് വെക്കണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ പ്രിൻ്റ് ഉണ്ടെങ്കിൽ പ്രിൻ്റ് ആയിട്ട് വരും. ഇനി അതല്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ ഈ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ സേവ് ആസ് PDF എന്നുള്ള ഓപ്ഷൻ കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ അത് PDF ആയിട്ട് സേവ് ആവുകയും ചെയ്യും. അഥവാ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ
PDF ആയിട്ട് നമുക്ക് സേവ് ആവുകയും ചെയ്യും. കുട്ടിയുടെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തായി, അവർ സ്വീകരിച്ചോ നിരസിച്ചോ എന്തായി എന്നെല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. സമ്പൂർണ്ണ, നമ്മൾ ആദ്യം അടിച്ചതുപോലെ തന്നെ സമ്പൂർണ്ണ എന്ന് അടിക്കുക. അതിൽ നമ്മുടെ ഓൺലൈൻ അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നമ്മുടെ ആദ്യം ചെയ്ത ആ ഫോമിൻ്റെ മുകൾ ഭാഗത്തൊരു 3 പിന്നെ വര കാണാം. അതിൽ ടച്ച് ചെയ്താൽ ആപ്ലിക്കേഷൻ ഫോമും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാണാം. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം നിൽക്കുക. അവിടെ നമ്മൾ നേരത്തെ എഴുതി വെച്ച ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ ഇവിടെ നിൽക്കുക. നമ്മുടെ നമ്പർ 110005 എന്നായിരുന്നു. അതിനുശേഷം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. 10/10/2015 എന്നായിരുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് കൊടുത്താൽ ചെക്ക് സ്റ്റാറ്റസ് എന്ന് കൊടുത്താൽ കുട്ടിയുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് എന്നുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കുട്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ ഇനി നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.